പൂനെയിൽ മദ്യപിച്ച ശേഷം 17 വയസ്സുകാരൻ ഓടിച്ച കാർ ഇടിച്ച് 2 പേർ മരിച്ചതിന് പിന്നാലെ അനധികൃത പബ്ബുകൾക്കെതിരെ നടപടി. ലൈസൻസ് ഇല്ലാത്ത പബ്ബുകൾ ഇടിച്ചു നിരത്തുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ആ നടപടിയുടെ പശ്ചാത്തലം എന്താണ്? അത് കുറച്ച് കടന്ന നടപടിയാണോ ശ്രീനാഥ്? ഇടിച്ചു നിരത്തുക എന്നൊക്കെ പറയുന്നു. ഒരിക്കലുമല്ല ഹാഷ്മി. ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ചകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പണക്കാരനും പാവപ്പെട്ടവരിനും രണ്ടു തരത്തിൽ എങ്ങനെയാണ് നീതി നൽകുന്നത് എന്നതിനൊരു ക്ലാസിക് കേസ് ഇത് മാറിയിട്ടുണ്ട്. ഒരു 17-കാരൻ, അദ്ദേഹത്തിൻ്റെ +2 പരീക്ഷാ ഫലം വന്നത് ആഘോഷിക്കാൻ വേണ്ടി അച്ഛൻ്റെ പോർഷെ കാർ, അതിൻ്റെ രജിസ്ട്രേഷൻ പോലും കഴിഞ്ഞിട്ടില്ല, പോർഷെ കാർ ഓടിച്ച് ഒരു പബ്ബിൽ പോകുന്നു, അവിടെ നിന്ന് മദ്യപിക്കുന്നു. തിരിച്ച് വരുന്ന വഴി ഏതാണ്ട് 160-200 കിലോമീറ്റർ വേഗത്തിൽ വന്ന് ബൈക്കിൽ സഞ്ചരിച്ച് 2 പേരെ ഇടിച്ചു തെറിപ്പിക്കുന്നു. 2 പേർ തൽക്ഷണം മരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് 15 മണിക്കൂറിനകം തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ നിന്നും വളരെ ദുർബലമായ വ്യവസ്ഥകളോടെ ജാമ്യം ലഭിക്കുന്നു. 300 പേജുള്ള 300 വാക്കുകളുള്ള ഒരു എസ്സേ, ഒരു ഉപന്യാസം അപകടത്തെക്കുറിച്ച് എഴുതാൻ വേണ്ടി പറയുന്നു. 15 ദിവസം ട്രാഫിക് പോലീസിനെ സഹായിക്കണമെന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് മദ്യത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ചികിത്സ നൽകണമെന്നും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും പറഞ്ഞായിരുന്നു ആ ജാമ്യം നൽകിയത്. ഏതായാലും ഈ കേസിൽ വലിയ വീഴ്ചകൾ ഉണ്ടായി എന്ന് രോഷമുണ്ടാകുന്നു പോലീസിനെതിരെ. ഇദ്ദേഹം മദ്യപിച്ചതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഇദ്ദേഹത്തെ പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോൾ പ്രാഥമികമായി ഡോക്ടർ നൽകിയ മൊഴി ഇതിൽ മദ്യപാനം ഉണ്ടായിട്ടില്ല, അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്ന ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നുണയാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും വലിയ ക്ഷീണം പോലീസിനും സർക്കാരിനും ഒക്കെ തന്നെ ഉണ്ടായ ഘട്ടത്തിലാണ് ഇപ്പോൾ തിരക്ക് പിടിച്ച നടപടികൾ ഉണ്ടാവുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഈ പ്രതിയെ വീണ്ടും ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഹാജരായിട്ടുണ്ട്. ഈ ജാമ്യം പുനഃപരിശോധിക്കണമെന്ന പോലീസിന്റെ ആവശ്യത്തെ തുടർന്നായിരുന്നു ഇത്. ഒപ്പം തന്നെ പൂനെയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ അനധികൃതമായി പ്രവർത്തിക്കുന്ന പബ്ബുകൾക്കെതിരെ നടപടി തുടങ്ങുന്നു. അത്തരമുള്ളത് പൊളിച്ചു മാറ്റുന്നു. ഈ 17-കാരൻ മദ്യപിച്ച പബ്ബ്, അത് രാത്രി 1:30 വരെയാണ് ഈ സമയം അനുവദിച്ച് നൽകിയത്. അതിനുശേഷവും പ്രവർത്തിച്ചു. മൈനറായിട്ടുള്ള പ്രായപൂർത്തിയാകാത്ത ആൾക്ക് മദ്യം നൽകി. ഇത്തരത്തിലുള്ള പബ്ബുകൾക്കെതിരെ ഇപ്പോൾ നടപടി തുടങ്ങിയിട്ടുണ്ട്. ആ പബ്ബ് നേരത്തെ തന്നെ സീൽ ചെയ്തതാണ് ഈ സംഭവത്തിന് പിന്നാലെ. ഇത്തരത്തിലുള്ള കൂടുതൽ പബ്ബുകൾക്കെതിരെ നടപടി വരുന്നു. അത് പൊളിച്ചു നീക്കുന്ന നടപടികൾ തുടരുന്നു. ഏതായാലും ഒരുപക്ഷെ ഈ പ്രതിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട്. അയാൾ ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാവുകയാണ്. ഹാഷ്മി, ശ്രീനാഥ് ചന്ദ്രനാണ് എന്ന് പറഞ്ഞാൽ പ്രതി വീണ്ടും ഹാജരാകുന്നു. ദുർബല വ്യവസ്ഥകൾ ചുമത്തി നൽകിയ ജാമ്യം റദ്ദാക്കണമെന്ന് ആണ് പോലീസിന്റെ ആവശ്യം. പോലീസിന്റെ മാത്രമല്ല, കേസ് നോക്കിക്കാണുന്ന ആരുടെയും ആവശ്യം അതുതന്നെയാണ്. അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നതാണ്. പ്രതി മദ്യപിച്ചിട്ടില്ല എന്ന് ഡോക്ടർ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഏതോ VIP ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ഒന്ന് രക്ഷിച്ചെടുക്കാനുള്ള, ഒന്ന് കവർപ്പ് നടത്താനുള്ള വ്യാപകമായ നീക്കങ്ങൾ. നമുക്കിവിടെ സമാനമായ രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മുടെ റിട്രോഗ്രേഡ് അംനീഷ്യ ഒക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. പോട്ടെ.